അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും സ്ഥിരനിഷ്ഠയുള്ളവരായി ജീവിതം നയിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. സൽക്കർമ്മങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതിൽ സദാസമയവും നിലകൊള്ളാനും സാധിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഇഹപര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക. അള്ളാഹു ഉണർത്തി വഅ്ബുദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. മരണമെന്ന ആ ഉറപ്പായ കാര്യം വരുന്നതുവരെ നീ നിൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ഉണർത്തിയത് അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. അവർ നമസ്കാരത്തിൽ സ്ഥിരനിഷ്ഠയുള്ളവരാണ് എന്നാണ്. ഈസ അലൈഹിസ്സലാം പറഞ്ഞതായി സൂറത്ത് മറിയമിൽ കാണാം, വ ഔസ്വാനി ബിസ്വലാത്തി വസ്സക്കാത്തി മാദുംതു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും ഇബാദത്തുകളിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാം നിത്യമാക്കുന്നവയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല. അള്ളാഹുവിന് കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടം പതിവായി നിർവഹിക്കുന്നവയാണ്, അതെത്ര കുറഞ്ഞാലും. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളിൽ നിത്യത കൈവരിക്കാൻ നാം ശ്രദ്ധിക്കണം. അങ്ങനെ നിത്യത കൈവരിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ നാം അറിയുകയും വേണം. അതിലൊന്ന്, ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാകുമെന്നാണ്. അൽ ഈമാനു യസീദു വ യൻഖുസു. ഈമാൻ അത് വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഈമാൻ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? യസീദു ബിത്വാഅത്ത്. അള്ളാഹുവിനെ അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കാൻ ഇടവരും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ സാമീപ്യവും സ്നേഹവും ലഭിക്കുമെന്നതാണ്. ഒരു ഖുദ്സിയായ ഹദീത്തിൽ കാണും, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമ ഐച്ഛിക കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. മറ്റൊന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള അശ്രദ്ധയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെന്നതാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഉദ്വി വൽ അസാൽ വല തക്കും മിനൽ ഗാഫിലിൻ. നിൻ്റെ റബ്ബിനെ വിനയത്തോടെ ഭയപ്പാടോടെ ഉച്ചത്തിലാക്കാതെയും ഓർക്കുക. രാവിലെയും വൈകുന്നേരവും അവനെ സ്മരിക്കുക. വല തക്കും മിനൽ ഗാഫിലിൻ. നീ അശ്രദ്ധരിൽ ഉൾപ്പെടരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, നാം അകപ്പെടുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നതാണ്. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷ ലഭിച്ച യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഉണർത്തി, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസുൻ. അദ്ദേഹം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ലെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ ആകുമായിരുന്നു എന്നാണ്. മറ്റൊരു കാര്യം, നമ്മിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ കഫാറത്തു ലിമാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയം, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള സമയം, അവയ്ക്കിടയിലുള്ള ചെറുദോഷങ്ങൾ മായ്ക്കപ്പെടും വൻ പാപങ്ങൾ വെടിഞ്ഞാൽ എന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാകും നാം സൽക്കർമ്മങ്ങളിൽ നിരതമാകുന്നത്. ഒരു ഹദീസിൽ കാണും, മൻ സർറഹു അൻ യസ്തജീബല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ ഖുറബ് ഫൽയുക്സിരി ദുആ ഫിർ റഖ. പ്രയാസങ്ങളിലും വിഷമഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നത് ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? അവർ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ധന്യതയുടെ കാലത്ത് പ്രാർത്ഥന വർദ്ധിപ്പിക്കട്ടെ എന്ന്. ഇതുപോലെ തന്നെ ആരോഗ്യകാലത്തും നാട്ടിൽ സ്ഥിരമായി ഉള്ള കാലത്തും കർമ്മങ്ങളിൽ സ്ഥിരനിഷ്ഠയുണ്ടായാൽ രോഗാവസ്ഥയിലും അതുപോലെ യാത്രയിലും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ അവസരം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കർമ്മഫലം രേഖപ്പെടുത്തപ്പെടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. ഇതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ സ്ഥിരനിഷ്ഠയുണ്ടായാൽ ലഭിക്കുന്ന നേട്ടമാണ് നല്ല പര്യവസാനം, അഥവാ ഈമാനോടുകൂടിയുള്ള മരണം. അങ്ങനെ സ്വർഗം നേടിയെടുക്കാനും സാധിക്കും. ഒരു ഹദീസിൽ കാണും, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ യസ്തഅ്മിലുഹു. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ പ്രവർത്തന സജ്ജമാക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅ്മിലുഹു, അള്ളാഹു എങ്ങനെയാണ് ഒരാളെ പ്രവർത്തന സജ്ജമാക്കുക? റസൂലുള്ള പറഞ്ഞത്, യുവഫിഖുഹു ലിൽ അമലി സ്വാലിഹി ഖബ്ലൽ മൗതി വയഖ്ബിലു അലൈഹി എന്നാണ്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു അവന് തൗഫീഖ് നൽകും.
അങ്ങനെ ആ സൽക്കർമ്മങ്ങളിൽ നിരതമായിരിക്കെ അവനെ അള്ളാഹു മരിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ സ്ഥിരനിഷ്ഠയുള്ളവരായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ സാമീപ്യം ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.